കേരളത്തിലെ ആവേശകരമായ കുട്ടിക്കലാശത്തോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചരണം അവസാനിച്ചു. 20 ലോക്സഭാ മണ്ഡലങ്ങളിലും പ്രധാന മുന്നണികൾ ശക്തി പ്രകടനവുമായാണ് പരസ്യപ്രചാരണം അവസാനിപ്പിച്ചത്. വ്യാഴാഴ്ച നിശബ്ദ പ്രചരണമാണ്. അടിയൊഴുക്കുകൾ അനുകൂലമാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. വെള്ളിയാഴ്ച വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് കടക്കും. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് വോട്ടെടുപ്പ്. Sacred Heart School, Kottakkal, a center of excellence where we teach, model and encourage a love of learning, collaboration and compassion for others. 1.5 മാസത്തെ വീറും വാശിയും പകർന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം കൊട്ടിക്കലാശത്തോടെ സമാപിച്ചു. ഇതോടെ പരസ്യ പ്രചരണത്തിനും സമാപനമായി. മലപ്പുറം മണ്ഡലം സ്ഥാനാർത്ഥികൾക്ക് മലപ്പുറം നഗരത്തിലായിരുന്നു കൊട്ടിക്കലാശത്തിന് അനുമതി ലഭിച്ചത്. ഇതോടെ LDF, UDF, NDA പ്രവർത്തകർ നേരത്തെ തന്നെ നഗരത്തിൽ എത്തിച്ചേർന്നിരുന്നു. മഞ്ചേരി റോഡിൽ LDFും പെരിന്തൽമണ്ണ റോഡ് UDFിനും കളക്ടറേറ്റ് മുൻവശം NDAക്കുമാണ് കൊട്ടിക്കലാശത്തിന് സ്ഥലം അനുവദിച്ചത്. എന്നാൽ ഇവയെല്ലാം ലംഘിച്ച് പ്രവർത്തകർ കുന്നുമ്മൽ സർക്കിളിന് ചുറ്റും നിലയുറപ്പിച്ചത് സംഘർഷാവസ്ഥകൾക്ക് വഴിവെച്ചു. തെരഞ്ഞെടുപ്പ് ജോലിക്കായി വന്ന തമിഴ്നാട് പോലീസ് അടക്കം പ്രവർത്തകർക്കിടയിൽ നിലയുറപ്പിച്ചതിനാൽ വലിയ സംഘർഷാവസ്ഥയാണ് ഒഴിവായത്. തൊട്ടുപിന്നാലെ LDF സ്ഥാനാർത്ഥി V വസീഫും എത്തിയതോടെ LDF ചേരി ആവേശത്തിലായി. ആവേശം ഇരട്ടിയാക്കിയായിരുന്നു പൊന്നാനിയിലെ UDF സ്ഥാനാർത്ഥി അബ്ദുസമദ് സമദാനിയുടെ കോട്ടക്കലിൽ നടന്ന കൊട്ടിക്കലാശം. KK ആബിദ് ഹുസൈൻ തങ്ങൾ, UDF നേതാക്കൾ എന്നിവരോടൊപ്പം എത്തിയ സമദാനിയെ പച്ചക്കോട്ടയിൽ പ്രവർത്തകർ ഗംഭീര വരവേൽപ്പാണ് നൽകി എതിരേറ്റത്. ഇടതു സ്ഥാനാർത്ഥി KS ഹംസയുടെ കൊട്ടിക്കലാശം പുത്തനത്താണിയിലായിരുന്നു. തുറന്ന ജീപ്പിൽ KT ജലീൽ MLAക്കൊപ്പം എത്തിയ സ്ഥാനാർത്ഥിയെ ആവേശത്തോടെ പ്രവർത്തകർ എതിരേറ്റു. കൂട്ടായിൽ നിന്നും നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടിയായിരുന്നു ഹംസ എത്തിയത്. തിരുനാവായ റോഡ് ജംഗ്ഷനിലായിരുന്നു സമാപനം. തൃത്താല മണ്ഡലത്തിലെ പടിഞ്ഞാറങ്ങടിയിലായിരുന്നു NDA സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യന്റെ കൊട്ടിക്കലാശം നടന്നത്. എരമംഗലത്തു നിന്നും റോഡ് ഷോ ആയി എത്തിയ സ്ഥാനാർത്ഥി ആദ്യം കൂറ്റനാട് നടന്ന ആവേശ ചടങ്ങിലാണ് പങ്കെടുത്തത്. ഇനി വ്യാഴാഴ്ച നിശബ്ദ പ്രചരണത്തിലായിരിക്കും സ്ഥാനാർത്ഥികൾ. കൊട്ടിക്കലാശം അവസാനിച്ച ശേഷമുള്ള 48 മണിക്കൂറിൽ ജാഥകളും പ്രകടനങ്ങളും സംഘടിപ്പിക്കാനോ മറ്റോ പാടില്ല. സിനിമ, ടെലിവിഷൻ പരിപാടികൾ, പരസ്യങ്ങൾ, സംഗീത പരിപാടികൾ, നാടകങ്ങൾ, മറ്റു സമാന പ്രദർശനങ്ങൾ, പോൾ സർവേ, എക്സിറ്റ് പോൾ മുതലായവയും അനുവദിക്കില്ല. ആദ്യഘട്ട വോട്ടെടുപ്പ് തുടങ്ങിയ സമയം മുതൽ അവസാനഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായി അരമണിക്കൂർ കഴിയും വരെയാണ് എക്സിറ്റ് പോളുകൾക്ക് നിരോധനമുള്ളത്. വെള്ളിയാഴ്ച രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് വോട്ടെടുപ്പ്. ജൂൺ 4-നാണ് ഫലപ്രഖ്യാപനം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് 19 സീറ്റുകൾ സമ്മാനിക്കുകയും LDFനെ ഒന്നിലൊതുക്കുകയും NDAയെ നിരാശപ്പെടുത്തുകയും ചെയ്ത കേരളത്തിന്റെ ഇപ്പോഴത്തെ മനസ്സിലിരിപ്പ് അറിയാൻ ഇനി 38 ദിവസങ്ങൾ കാത്തിരിക്കണം. ന്യൂസ് ബ്യൂറോ, മലബാർ ടൈംസ്.